നമുക്കൊക്കെ ഇഷ്ടപ്പെട്ട ഒരു ടീമുണ്ടോ? എന്നെ സംബന്ധിച്ചിടത്തോളം അർജന്റീനയാണ്. അപ്പോൾ അർജന്റീനയാണെങ്കിൽ മെസ്സി അളന്നു മുറിച്ച് നൽകുന്ന ക്രോസ് ഹെഡ് ചെയ്യാൻ നേരത്ത് കറണ്ട് പോകുമോ എന്നുള്ള ഭയം കൂടി മലയാളിക്ക് ഉണ്ടാവുകയാണ് കേരളത്തിൽ. നമസ്കാരം. മെസ്സി അളന്നു മുറിച്ച് നൽകിയ ക്രോസ് ഹെഡ് ചെയ്യാൻ നേരത്ത് കറണ്ട് പോകുമോ എന്നുള്ള ഭയമായിരുന്നു മരുമകന്. ഭാഗ്യത്തിന് കറണ്ട് പോയില്ല, മെസ്സിയും ടീമും പോയി. ഈ കമ്മിക്കൂട്ടങ്ങൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും കാണാനിരുന്നാലും ഇതൊക്കെ തന്നെയാണ് ഫലം. മരുമകൻ പറഞ്ഞതുപോലെ തന്നെ ലോകകപ്പിൻ്റെ ഫൈനൽ നടക്കുമ്പോൾ കറണ്ട് പോകാതിരിക്കാൻ പ്രത്യേകം സർക്കാർ ശ്രദ്ധിച്ചിരുന്നു. അതുണ്ടാകത്തില്ല എന്നൊക്കെ ഈ സർക്കാർ പറയുന്നെങ്കിലും അതിൻ്റെ ഫലം കാണുന്നില്ല എന്നായിരുന്നു മരുമകൻ്റെ ആശങ്ക. എന്തായാലും മരുമോൻ ഒന്നേ മുന്നറിയിപ്പ് കൊടുക്കാനുണ്ടായിരുന്നുള്ളൂ. ലോകകപ്പ് ഫൈനൽ നടക്കുമ്പോൾ കറണ്ട് പോയാൽ അതിൻ്റെ പ്രത്യാഘാതം വലുതായിരിക്കും. പ്രത്യാഘാതം എന്ന് പറയുമ്പോൾ മേഘത്തിൻ്റെ ഘ. എന്തൊക്കെ കുറവുണ്ടായാലും മരുമോൻ പറഞ്ഞതനുസരിച്ച് കളിക്കിടയിൽ കറണ്ട് പോയില്ല. പക്ഷേ മെസ്സിയുടെ അവസ്ഥയാണ് ഭീകരമായത്. മെസ്സി അളന്നു മുറിച്ച് നൽകുന്ന ക്രോസ് ഹെഡ് ചെയ്യാൻ നേരത്ത് കറണ്ട് പോകും പോലെയുള്ള ഒരവസ്ഥയിലായിരുന്നു പിണറായി വിജയൻ അളന്നു മുറിച്ച് ഇട്ടുകൊടുത്ത ക്രോസ് ജനം കയറി ഹെഡ് ചെയ്തത്. ഡിവൈഎഫ്ഐ സകല പ്രദേശങ്ങളിലും ഭയങ്കരമായ ഭീഷണിയിലായിരുന്നു. അര സെക്കൻഡ് കറണ്ട് പോയാൽ ഞങ്ങളൊരു വരവ് വരും, ഇതായിരുന്നു ഭീഷണി. എന്തായാലും അന്തങ്ങളും കമ്മികളും ഉറക്കമുളച്ചിരുന്ന് കളി കണ്ടു. ഫലം വന്നപ്പോൾ ദാണ്ടേ കിടക്കുന്നു. പിണറായി വിജയൻ മൂന്നാം വരവ് കൊതിച്ച് 3G ആയതുപോലെ തന്നെയായിരുന്നു അർജന്റീനയുടെ അവസ്ഥയും. ആഗോള ഫുട്ബോളിൻ്റെ അധിപനായിരുന്ന മെസ്സിയെ രാജ്യാന്തര ഫുട്ബോളിൽ ഇനി കാണാനാകുമോ എന്ന സംശയമാണ് ആരാധകർക്ക്. ഇവിടെ കമ്മികളുടെ സംശയവും അതുതന്നെയാണ്. ഇന്ത്യൻ കമ്മ്യൂണിസത്തിൻ്റെ അധിപനായിരുന്ന പിണറായി വിജയനെ ഇനി കമ്മ്യൂണിസ്റ്റിൻ്റെ അധിപനായി കേരളത്തിൽ പോലും കാണാൻ കിട്ടാത്ത അവസ്ഥയായി. കമ്മികൾ അന്തമില്ലാതെ ആരെയും പാടിപ്പുകഴ്ത്തും. അവരുടെ എല്ലാം അവസ്ഥ ഷെഡിൽ കയറുക എന്നുള്ളതാണ്. എന്തായാലും മരുമകൻ സ്വപ്നം കണ്ടതുപോലെ മെസ്സിക്ക് വലിയ ഹെഡിങ് ഒന്നും ആവശ്യം വേണ്ടി വന്നില്ല. കേരളത്തിൽ പുതിയൊരു സർക്കാർ വന്നു. മെസ്സി ഹെഡ് ചെയ്യാൻ നേരത്ത് കറണ്ട് പോകുമെന്ന് കരുതി പോയില്ല. എന്നു മാത്രമല്ല കളി തീരുന്നത് വരെയും കറണ്ട് പോയില്ല. പക്ഷേ മെസ്സി 3G ആയിപ്പോയി. കറണ്ട് പോയിരുന്നെങ്കിൽ അതിൻ്റെ പേരിൽ ഡിവൈഎഫ്ഐക്ക് ഒരു സമരം നടത്താമായിരുന്നു. മെസ്സിക്ക് ഗോളടിക്കാൻ പാകത്തിന് എന്തുകൊണ്ട് സ്പെയിൻ പന്ത് കൊടുത്തില്ല എന്ന് ചോദിച്ചുകൊണ്ട് ഒരു സമരത്തിനും സാധ്യതയുണ്ട്. അർജന്റീനയുടെ കട്ട ആരാധകരാണ് ഈ കമ്മി വർഗ്ഗങ്ങളെല്ലാം. കഴിഞ്ഞ ലോകകപ്പിന് മുമ്പ് ഉണ്ടംപൊരി ചിറ്റപ്പൻ പറഞ്ഞ ഒരു ഫലിതം ഇപ്പോഴും ഓടുന്നുണ്ട്: മെഴ്സി ഗപ്പടിക്കും. ഈ മെഴ്സിയെയാണ് കഴിഞ്ഞ സർക്കാർ ഈ മാർച്ചിൽ ഇവിടെ കൊണ്ടുവന്ന് കളിപ്പിക്കുമെന്ന് പറഞ്ഞത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അർജന്റീനയുടെ പതനത്തിന് കേരളത്തിൽ ഒരാളുടെ പങ്ക് ചെറുതല്ല എന്നതാണ്. നമ്മുടെ മരക്കുറ്റി ചാനലുകാരൻ്റെ കയ്യിൽ നിന്നും 135 കോടി രൂപയാണ് ഈ മെസ്സിയും അപ്പനും കൂടി മേടിച്ച് പോക്കറ്റിൽ വെച്ചത്. പക്ഷെ പറഞ്ഞ സമയത്ത് കേരളത്തിൽ വന്ന് കളിച്ചില്ല. അന്നേ ഓങ്ങി വെച്ചതാണ് ആന്തപ്പൻ. കേരളത്തിൽ വന്ന് കളിക്കാതെ ലോകത്ത് എവിടെ പോയി കളിച്ചാലും വിവരമറിയുമെന്നായിരുന്നു ഭീഷണി. ഇപ്പോൾ നമ്മൾ ന്യായമായും സംശയിക്കേണ്ടത് മെസ്സിയെ പരാജയപ്പെടുത്താൻ ഈ മരക്കുറ്റി ചാനലുകാരൻ ആന്തപ്പൻ സ്പെയിനുമായി വല്ല അണ്ടർഗ്രൗണ്ട് പരിപാടിയും ഒപ്പിച്ചിരുന്നോ എന്നാണ്. ആന്തപ്പനോട് കളിച്ചാൽ അങ്ങനെ ഇരിക്കും. ലോകകപ്പിൻ്റെ തലേന്ന് ഒട്ടും ചേരാത്ത അർജന്റീനയുടെ ജേഴ്സി അണിഞ്ഞ് നമ്മുടെ പെടല് വീണ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അർജന്റീനയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു അത്. കളിക്കിടയിൽ കാലുപൊക്കി ഭിത്തിയിലടിച്ച് പെടല് വീണ്ടും ഉളുക്കുമോ എന്ന് നമ്മൾ സംശയിച്ചു. വീണ പോസ്റ്റ് ഇട്ടപ്പോൾ തന്നെ അതിൽ പലരും വന്ന് കമൻറ്റ് ചെയ്തിരുന്നു. ഇതോടെ അർജന്റീനയുടെ കാര്യം തീർന്നു. എന്തായാലും ഫുട്ബോൾ കളി കാണാനും കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കാനും അവസരം തന്ന ആറന്മുളക്കാർക്ക് നന്ദിയെന്നും കമൻറ്റുകൾ കണ്ടു. എത്രയോ ദിവസങ്ങളായി വീണ ജോർജിൻ്റെ വീട്ടിലും കറണ്ടില്ലായിരുന്നു. പോസ്റ്റിലൂടെ അവർ നാട്ടുകാരെ ആ വിവരം അറിയിച്ചു. എന്തായാലും ലോകകപ്പ് ഫുട്ബോൾ നടക്കുന്ന സമയത്ത് കറണ്ട് പോകാഞ്ഞത് ഭാഗ്യം. തെരഞ്ഞെടുപ്പിൽ തോറ്റ് ഒരാൾ വീട്ടിലിരിക്കുന്നതിൽ വലിയ അതിശയമൊന്നുമില്ല. പക്ഷേ ഒരു കള്ളപ്പെടലി നാടകം അഭിനയിച്ച ഒരാൾ തോറ്റുപോകുന്നത് ആദ്യമായിട്ടാണ് കേരള രാഷ്ട്രീയത്തിൽ. തെരഞ്ഞെടുപ്പ് കാലത്ത് മുൻപൊക്കെ CPM ഒരുപാട് തെരുവ് നാടകങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇതുപോലെ ഒരു നാടകം ഇന്നുവരെ അവർ അവതരിപ്പിച്ചിട്ടില്ല. എന്തിനാണ് ഈ കമ്മികൾ അർജന്റീനയെ ഇതിനു മാത്രം സ്നേഹിക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് ഫുട്ബോളിനോടുള്ള ആരാധന കൊണ്ട് മാത്രമല്ല. അവരുടെ വിപ്ലവ നക്ഷത്രമായ ചെഗുവേര ജനിച്ചത് അർജന്റീനയിലാണ്. അതുകൊണ്ട് മെസ്സിയും നമ്മുടെ ആളാണ് എന്നൊരു തോന്നൽ അവർക്കിടയിലുണ്ട്. എന്തായാലും സ്വന്തം തോൽവി ഇതുവരെ വീണ ജോർജ് വിശ്വസിച്ചിട്ടില്ലെങ്കിലും സ്പെയിനിന് അഭിനന്ദനങ്ങൾ അർപ്പിച്ചിട്ടുണ്ട്. VD സതീശൻ നല്ലൊരു മുഖ്യമന്ത്രിയാണ്. അർജന്റീന ഫാൻസുകാരായ അന്തം കമ്മികൾക്ക് തോറ്റ് കിടന്നുറങ്ങാൻ കൂടിയാണ് ഒരു ദിവസത്തെ അവധി കൊടുത്തത്. കമ്മിച്ചാവേറുകൾ പിണറായി വിജയന് വേണ്ടി ചത്തുകിടന്ന് PR വർക്ക് നടത്തിയതുപോലെ അർജന്റീനയ്ക്ക് വേണ്ടിയും മെസ്സിക്ക് വേണ്ടിയും നാടാകെ ഫ്ലെക്സുകൾ വെച്ച് കമ്മികൾ ആഘോഷിക്കുകയായിരുന്നു.
കളിയിൽ തോറ്റാൽ എന്താ, കയ്യാങ്കളിയിൽ അർജന്റീന തന്നെയാണ് ജയിച്ചത്. എന്തായാലും കേരളത്തിലെ ഭരണമാറ്റം പോലെ അർഹതപ്പെട്ടവർ തന്നെ ജയിച്ചു. കളിക്ക് ഇറങ്ങുന്നതിന് മുമ്പ് അർജന്റീനയെ ഒന്ന് മിന്നിച്ചേക്കണേ എന്ന വീണ ജോർജിൻ്റെ പ്രാർത്ഥനയും പാഴായി. ചുരുക്കി പറഞ്ഞാൽ മൊത്തത്തിൽ പാഴ് വീണയായി മാറി വീണ ജോർജും. സാമ്രാജ്യത്വ ശക്തികൾ തമ്മിലുള്ള അന്തർധാരയാണ് അർജന്റീനയുടെ പരാജയത്തിന് കാരണമെന്ന് അടുത്ത കേന്ദ്ര കമ്മിറ്റി ചിലപ്പോൾ വിലയിരുത്തിയേക്കും. എന്തായാലും മെസ്സിയുടെ ക്രോസും ഹെഡും കാണാനിരുന്ന റിയാസിന് കളി തോറ്റപ്പോൾ വലിയ നിരാശയൊന്നും തോന്നിയില്ല. കളിച്ചത് സ്പെയിൻ, ജയിച്ചത് സ്പെയിൻ എന്ന് പറഞ്ഞ് ലോക ചാമ്പ്യന്മാരെ അഭിനന്ദിക്കാൻ റിയാസ് മനസ്സ് കാണിച്ചു. ലുട്ടാഫി റഹീമിക്ക പാറ്റാ സമരത്തിന് പിന്തുണ കൊടുത്ത് ഡൽഹിയിലായതിനാൽ സ്പെയിൻ ജയിച്ച വിവരമൊന്നും ഇതുവരെ അറിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു. സ്വയം തോറ്റിട്ടും സ്വന്തം പാർട്ടി തോറ്റിട്ടും പിന്തുണച്ച ടീം തോറ്റിട്ടും ശിവൻകുട്ടി സാറിന് ദുഃഖമൊന്നുമില്ല. പുലർച്ചെ വരെ ഒറ്റ ഇരിപ്പിനിരുന്ന് കളി കണ്ടു. ഒടുവിൽ സ്പെയിൻ വസന്തം വിരിഞ്ഞത് കണ്ടപ്പോഴാണ് ഉറങ്ങാൻ കിടന്നത്. ശിവൻകുട്ടിയുടെ തൊട്ടടുത്താരും കളി കാണാൻ ഇരിക്കാഞ്ഞത് ഭാഗ്യമായി. ആവേശം മൂത്ത ശിവൻകുട്ടി തലയേതാ പന്തേതാ എന്ന് തിരിച്ചറിയാതെ ഒരൊറ്റ അടി തന്നേനെ. അങ്ങനെ കമ്മികൾ ആവേശത്തോടെ കാത്തിരുന്നതെല്ലാം പരാജയത്തിലേക്ക് നീങ്ങുന്ന കാഴ്ചയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്.